സംഗീതം പിച്ചള കിണ്ണം പോലെയാണ്. ദിവസവും തുടച്ച് വെടുപ്പാക്കി വെച്ചാൽ അത് തങ്കം പോലെ തിളങ്ങും. ഇല്ലെങ്കിലോ ക്ലാവ് പിടിച്ച് കറുത്ത് വൃത്തികേടാവും. പിന്നെ അതൊട്ട് വൃത്തിയാക്കാനും പറ്റില്ല. ഏട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ, തൊഴിലായിട്ട് സർക്കാർ ജോലി മതിയെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ ഇതൊരു വാസനയാണ്. തലമുറകളായിട്ട് സരസ്വതി കടാക്ഷം കൊണ്ട് കിട്ടിയ വരദാനം. അത് അച്ഛൻ എനിക്ക് പകർന്നു തന്നു, ഞാൻ നിനക്ക് പകർന്നു തന്നു. നീ വേണം അടുത്ത തലമുറയിലേക്ക് പകരാൻ. ഞാൻ ശ്രമിച്ചോളാം. ആ, ചില നേരത്തെ ഇവന്റെ വാക്കും സംസാരവും കേട്ടാ തന്നെ അച്ഛനാ. മുത്തശ്ശൻ ഉറങ്ങായിരുന്നോ? എനിക്കിതുണ്ടല്ലോ ഒന്ന് രണ്ടെണ്ണം. എന്നാൽ ഇതുപോലൊന്നും ഉണ്ടാവില്ല. ഇത് അമ്മയ്ക്ക്, ഇത് അമ്മയ്ക്കും മോനും, ഇത് ഉദ്യോഗസ്ഥന്. രാധ എവിടെ? അടുത്തൊരു കുട്ടി. ഇഷ്ടായോ നിനക്ക്? നിനക്കൊന്നും വാങ്ങിയില്ലടാ. എനിക്കിതൊന്നും അല്ല, ഇത്തിരി മരുന്നാ. ദശമൂലാഷ്ടം. വയറിന് നല്ല സുഖമില്ല. ആ രമണി, ഇത് കണത്തോളൂ. ഇവന്റെ അച്ഛന്റെ സ്വഭാവം തന്നെ. കിട്ടുന്ന കാശ് മുഴുക്ക് എങ്ങനെയെങ്കിലും മുടിച്ചില്ലെങ്കിൽ ഉറക്കാൻ പറ്റില്ല. കൂട്ടി വെച്ചിട്ട് എന്താ മുത്തശ്ശ കാര്യം? ആ ഗോപി, നീ തിരിച്ചു വരുമ്പോ അമ്മാമ്മയോടെ കേറിയോ? ഇല്ല. ആ ദേവിയോടെ പരിഭവിച്ചിരിക്കുക. നീ അവളെ നോക്കി ചിരിച്ചില്ലാന്നോ, പോയപ്പോ കൂടെ കൂട്ടിയില്ലാന്നോ എന്തൊക്കെയോ പറയണ കേട്ടു അമ്മായി. അതുകൊണ്ട് അവള് കോളേജിൽ പോകാണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അത്രേ. രമണിയെ പോലല്ല അവള്. പെട്ടെന്ന് പിണങ്ങണ സ്വഭാവാ. അതുപോലെ ഇണങ്ങുകയും ചെയ്യും. കുറച്ച് മുരപ്പത്തര ഇവനും കൂടുതലാ. ചെറുപ്പക്കാരല്ലേ, ഇത്തിരി നേരം പോക്കൊക്കെ ആവാം. അത് ശരിയാ. എന്നാ ഞാൻ റോഡിൽ കൂടെ ഡാൻസും കളിച്ച് പാട്ടും പാടി നടക്കാം. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടാട്ടോ. അല്ല, ആ കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? രാധയുടെ കാര്യം കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ച. അവൾക്ക് ഇനി ആര് വരാനാ? പത്രത്തിൽ ഒന്നുകൂടെ പരസ്യം കൊടുത്താലോടാ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. പത്രത്തിൽ കൊടുത്തതിന്റെ വിശേഷമൊക്കെ അമ്മയ്ക്ക് അറിവുള്ളതല്ലേ. ലക്ഷങ്ങൾ എത്ര കിട്ടുമെന്നേ നോട്ടമുള്ളൂ. കണ്ണോ കയ്യോ കാലോ മൂക്കോ ഒന്നും ഇല്ലേലും വിരോധമില്ലെന്നാ. അത് പിന്നെ അങ്ങനല്ലേ ഉണ്ടാവും. സംസാരിക്കാത്ത ഒരു പെണ്ണിനെ ആരാ സ്വീകരിക്കുക? സംസാരിക്കാൻ ശേഷിയില്ലല്ലോ, അതൊരു മനുഷ്യജന്മം അല്ലേ അമ്മേ. മാട് പശു ഒന്നും അല്ലല്ലോ. മതി പറഞ്ഞത്. അവൾ അപ്പുറത്തുണ്ട്. കുളിക്കാൻ തോർത്ത് സോപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. വരൂ. ആ, അമ്മായിക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു മുരപ്പനാണെന്ന്? ഏയ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരരസികൻ. അയ്യോ, എന്തേ? ഒന്നുമില്ല. ഏട്ടൻ പറയണത് എനിക്ക് നേരം പോക്കറിയില്ലെന്നാ. പണ്ട് അവൻ വന്നാ പിന്നെ ഇവിടെ ഒരു ബഹളാ. രമണി എന്ന് ഡാൻസ് പഠിക്കുന്നു. രണ്ടാളും കൂടിയാ പിന്നെ ഡാൻസായി, പാട്ടായി. അമ്മാമയും കൂടും മൃദംഗം കൊണ്ട്. എന്ത് രസായിരുന്നു. രാമൻ ഇപ്പോഴത്തെ പോലെ അല്ല. അന്ന് എന്തൊക്കെ കോമാളിത്തരങ്ങളാ കാട്ടുക. ഞാനും ചില കോമാളിത്തരങ്ങളൊക്കെ ശീലിക്കുകയാണ്. അമ്മ ഇത് കണ്ട പിച്ചുന്നു. എന്തിനാടി അവനെ ഉപദ്രവിക്കണേ? ഞാൻ അരസികനാണല്ലേടി. കണ്ടാലെന്തുവാ, എനിക്ക് അവകാശപ്പെട്ടതാ. അമ്മായി പറഞ്ഞത് കേട്ടല്ലോ, ഏട്ടന്റെ ഏട്ടത്തിയുടെ കാര്യം. അപ്പൊ ഇതിനു മുമ്പ് അമ്മായി ഇത്തരം രംഗങ്ങൾ കണ്ടിട്ടുണ്ടാക്കും. നിന്റെ മുഖം മുഴുവൻ കുങ്കുമാണല്ലോടി. ഇതെന്താ ഈ പെണ്ണിന്? മാധവി വിശന്നിട്ട് പോയാ പോയി ചോറ് വേണം. ഇതൊന്ന് തിരുമ്മി ഇട്ടിട്ട് വരട്ടെ. ഗോപി, അവളുടെ കോളേജിൽ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞു, പക്ഷെ അത് ഞാൻ ചെയ്താൽ ശരിയാവൂല. ഇതും ശരിയാവില്ല. ഏതാ മാമ? ഞങ്ങൾക്ക് ഇവിടെ പേടി കൂടാതെ ജീവിക്കണം. ഇങ്ങനെ രാവും പകലും കൊട്ടും പകലായിട്ട് നടക്കാൻ പറ്റും. അമ്മാമ്മ പറയണത് മനസ്സിലാവണില്ല. നീ മനസ്സിലാക്കണ്ട, ഞാൻ രാമനോട് പറഞ്ഞോളാം. അവന് പെട്ടെന്ന് മനസ്സിലാവും. അവനും ഈ കളരിയിൽ തന്നെയാണല്ലോ അഭ്യസിച്ചത്. ഏതായാലും അധികം താമസിക്കാതെ ഇതൊക്കെ നിർത്തിക്കളയാം. ധൃതി നമുക്കല്ലല്ലോ. മനസ്സിലാവണ്ട. രമണി അവനോട് പറഞ്ഞില്ലേ? കുളിക്കുക, ഇപ്പൊ വരും. ആ, ശ്രുതിയുടെ കുട്ടി. രമണി, നമ്മുടെ അരിഷ്ട ഒരു 2 ഔൺസിങ് എടുത്തോളൂ. വയറിനൊരു സുഖമില്ല.
ഒന്ന് വേഗം ആട്ടെ രമണി. ശ്രുതി, ഏട്ടൻ വിളിച്ചോ? ആ അമ്മായിയും ദേവിയൊക്കെ വന്ന നീ കണ്ടില്ലേ? ഞാൻ കണ്ടു. ആ, ദേവിക്ക് ഒരു പാട്ട് ചിട്ടപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് നീ പറ്റില്ലെന്ന് പറഞ്ഞോ? ഏട്ടൻ ചെയ്തു കൊടുത്താൽ മതി. സംഗീതം എനിക്ക് എന്തറിഞ്ഞിട്ട്? ഇക്കണ്ട കാലം അത്രയും പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെട്ടത്? എന്നും ഇങ്ങനെ ശ്രുതി കിട്ടും ഏറ്റുപാടി നടന്നാ മതിയോ? ഞാൻ തൊട്ടാൽ ഇത് കീർത്തനമാവും. പിടിച്ചോളൂ, നാട്ടെ ആയിക്കോട്ടെ. ആ. ലളിതഗാനല്ലേ, കുറച്ച് സങ്കലനമൊക്കെ ആവാം. കണ്ടപ്പോഴേ എനിക്ക് തോന്നി പൊടി പെശ കാണുന്നു. വെളിച്ചെണ്ണ മോറൻ ഒന്ന് സംസാരിച്ചു എന്ന് വെച്ച് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? സംസാരിച്ചോട്ടെ, പ്രസാദം കൊടുക്കുക, അത് വാങ്ങി തൊടുക. എന്തിനത്? പ്രസാദം അമ്പലത്തിൽ നിന്ന് കിട്ടുമല്ലോ. പിന്നെ അമ്പലത്തിൽ വരുന്ന പെൺകുട്ടികളോട് സംസാരിക്കാനാണോ? തൊഴാനല്ലേ? എന്താ ഒരു ചിരിയും കുഴഞ്ഞാട്ടവും? ചെറുപ്പക്കാരനാണെങ്കിൽ മനസ്സിലാക്കാം, ഇതൊരു മുതുക്കൻ. അകത്തേക്ക് വരൂ. വേണ്ട. എന്താ ഇതിന്റെ അർത്ഥം? ഏതിന്റെ? എന്താന്ന് എനിക്കറിയില്ലേ? കഥകളി കാണിക്കുന്നുണ്ടോ? സോറി. സോറി. അയൽവക്കത്ത് വന്ന് വൃത്തികേട് കാണിച്ചാണ്ടല്ലോ ഈ ശരീരം കൊണ്ട് താൻ ഇവിടുന്ന് പോവില്ല. ഭയപ്പെടുത്തുകയാണോ എന്നെ? അത് വേണ്ട. എന്തുദ്ദേശാ നിങ്ങൾ ഈ പ്രേമനാടകം കളിക്കുന്നത്? ചതിക്കാനോ അല്ലെങ്കിൽ നേരം പോക്കിനോ? നേരമ്പോക്കായിരുന്നു. അവൾ ഓമിയാണെന്ന് അറിയുന്നവരെ. ഇപ്പൊ ഞാൻ സീരിയസ് ആണ്. അതെ, എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ. ഭാര്യ മരിച്ചിട്ട് 5 വർഷമായി. എല്ലാം ഞാൻ രാധയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയ കുറവായി തോന്നുന്നില്ലെങ്കിൽ ഞാൻ അച്ഛനെ കത്തയച്ചു വരുത്താം. എന്തു പറയുന്നു? ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഓൾ റൈറ്റ്, ആലോചിച്ചോളൂ. മറുപടി അനുകൂലമല്ലെങ്കിലും എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാനിവിടെ താമസിക്കില്ല. ഐ എം സോറി വിജയൻ. സോറി. അവള് സംസാരിക്കില്ല എന്ന് അറിയുവോ അയാൾക്ക്? ആ, അറിയും. ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ. എത്ര ലക്ഷം ചോദിച്ചു? അതൊന്നും പറഞ്ഞില്ലേ? വിലപേശലൊക്കെ ബന്ധുക്കളെ ഏൽപ്പിച്ചിരിക്കാവൂലേ? അങ്ങനെ ഒരാളായിട്ട് തോന്നിയില്ല. എന്നാ സഹതാപം കൊണ്ടായിരിക്കും. അത്തരക്കാരെയാണ് എനിക്ക് ഏറ്റവും ഭയം. ഒരിക്കൽ വന്നൂലോ ഒരുത്തൻ സഹതാപം കൊണ്ട്. മോതിരം മാറ്റം വരെ കഴിഞ്ഞപ്പോഴാണ് പ്രായോഗിക ജീവിതത്തെ പറ്റി അയാൾക്ക് ഓർമ്മ വന്നത്. അണയിച്ച മോതിരം ഊരി കൊടുക്കുമ്പോ എന്റെ കുട്ടി എന്നെ ഒരു നോട്ടം നോക്കി. ഈശ്വര, അന്ന് പട്ടി കരയണ പോലെ നീ കരഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരിക്കലും അങ്ങനെ ഉണ്ടായിന്ന് വെച്ച് എപ്പോഴും അങ്ങനെ വരുമോ രാമ? ആ, വരാതിരുന്നാ മതി. ഏതായാലും അയാളുടെ ബന്ധുക്കളോട് വരാൻ പറയാം, അല്ലേ അമ്മേ? 2ാം ഘട്ട. അങ്ങനെ ഒരു സങ്കടമുണ്ട്. 2ാം ഘട്ടെങ്കിൽ 2ാം ഘട്ട് കഴിഞ്ഞു പോകുമല്ലോ. അവളുടെ ഇഷ്ടവും ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചു, അവൾക്ക് ഇഷ്ടമാണ്. സത്യം പറയാലോ,
ഇവൻ ഇക്കാര്യം വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും സമ്മതം ഉണ്ടായില്ല. ഇപ്പോഴും സമ്മതം ഉണ്ടായിട്ടല്ല. ഇതാണ് അവന്റെ യോഗം, അത് നടക്കട്ടെ. കർമ്മഫലം. ഇവന്റെ ആദ്യത്തെ കല്യാണം നിശ്ചയത്തിന്റെ അന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു കാക്കട്ടിയും മുമ്പിൽ പെടഞ്ഞു വീണ് ചത്തു. ഇലക്ട്രിക് കമ്പി തട്ടിയതാ. അപ്പോഴേ ഞാൻ പറഞ്ഞു ഈ കല്യാണം വേണ്ടാന്ന്. കേട്ടില്ല. എന്നിട്ട് എന്തുണ്ടായി? അതുപോലെ ഷോക്കടിച്ച് മരിച്ചില്ലേ അവള്. ഈ ജാതകം നിമിത്തം ശകുനം എന്നൊക്കെ പറയണതേ നുണയൊന്നുമല്ല, സത്യ. എന്തേ? അതെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോ എന്താ വിഷയത്തിലേക്ക് കിടക്കാനുള്ളത്? പെണ്ണിനെ കണ്ടു, ആ ചടങ്ങ് കഴിഞ്ഞു. ഇപ്പൊ ഏതാണ്ട് ഒരു തീയതിയൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ അതിനായിട്ടൊരു ചടങ്ങ് വേണ്ട, ഒരു ജോത്സ്യനെ കണ്ട് അതങ്ങോട്ട് ഉറപ്പിക്കാം. കുഞ്ഞിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവുന്നല്ലേ നല്ലത്. ജനാർദ്ദൻ നായർ അത്ര ചെറ്റയൊന്നും അല്ലടോ. നിങ്ങളുടെ പൊന്നും പണം കിട്ടിയിട്ട് വേണേ എനിക്ക് ജീവിക്കാൻ. നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. കുറെ പൊന്നും പണവും കണക്ക് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് ഊമയല്ലാണ്ടാവില്ലല്ലോ. അച്ഛൻ എന്തായി പറയുന്നേ? കാര്യം പറയുന്നത് എന്തിനാടാ പേടിക്കണേ? അല്ലേ രാമാനായര്? അതെ. ഇനിയിപ്പോ വിശേഷിച്ചൊന്നും പറയാനില്ലല്ലോ. നാളെ തന്നെ ജോലിസിനെ കണ്ട് തീയതി നിശ്ചയിക്കാം. ആ വിജയ, അമ്മയോട് ഇളയമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ. ഒരിടത്ത് എന്ന് പെട്ടാൽ അവിടെ പിന്നെ താമസാക്കും. ദീപാരാനിക്കുമ്പോ എനിക്കങ്ങ് എത്തണേ. ഇന്നൊരാശ്വാസം. രാധയുടെ കാര്യം എന്റെ വലിയൊരു വേദനയായിരുന്നു. അത് കഴിയണു. രാമേട്ടന് ഇതില്ലാതെ പറ്റണില്ലല്ലേ? ഈയിടെയായിട്ട് എന്നുണ്ടല്ലോ കുടിച്ച് നശിക്കാൻ തീരുമാനിച്ചിരിക്കുക. തുടങ്ങി കണ്ണീര്. എടോ, ഇന്നൊരു സന്തോഷമുള്ള ദിവസല്ലേ? താനിങ്ങോട്ട് വരിക, പറയണ കേക്ക് രമണി. അങ്ങോട്ടിരിക്ക. ഇതല്പം കഴിച്ചാൽ നശിക്കും തന്നോട് ആരാ പറഞ്ഞത്? അല്പം കഴിച്ചിട്ട് പാടാൻ എന്താ സുഖമെന്നറിയോ? സ്വരമൊക്കെ അങ്ങോട്ട് തെളിയും. ലഹരി കഴിച്ച് നശിച്ച പലരുടെയും കഥ രാമേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ രാമേട്ടനും. താൻ കരയല്ലേ? എന്തിനാ വെറുതെ എന്നെ വിഷമിപ്പിക്കണത്? സംഗീതം തന്നെ ഒരു ലഹരിയാണ്. ആ ലഹരി അനുഭവിച്ചവൻ ഈ ലഹരിയിൽ മുങ്ങില്ല. അധികമാവരുന്നേ ഉള്ളൂ. അധികമായാൽ അമൃതം വിഷം. അധികമാവണില്ല എന്ന് ഉറപ്പിച്ച് പറയാമോ? ഓ, പിന്നെന്താ പറയാലോ. കഴിഞ്ഞ തവണ കച്ചേരിക്ക് പോയിട്ട് കുടിച്ച് നിൽപ്പുറയ്ക്കാണ്ടായില്ലേ? എന്നിട്ടൊരു കള്ളക്കഥ. ആന ഇടഞ്ഞുത്രേ. അത് ശരി. അവൻ ഇവിടെ വന്നെല്ലാം വിളമ്പാറുണ്ടല്ലേ? അന്നൊരിക്കലും അബദ്ധം പറ്റി എന്ന് വെച്ച് അത് കണ്ണി കണ്ടവരോടൊക്കെ കൊട്ടിക്കൊഴിച്ച് കിടക്ക. ഒരിക്കൽ മാത്രം പറ്റിയ അബദ്ധമാണെന്ന് ഏട്ടൻ എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? നീ പണിക്കിനടുത്ത് പോയില്ലേ? പോയി വരികയാണ്. ഏട്ടൻ ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല. നീ എന്നെ ക്രോസ് വിസ്താരം ചെയ്യാ? ഏട്ടൻ ക്ഷമിക്കണം. ഇപ്പോഴെങ്കിലും എനിക്കിത് പറയണം. ഏട്ടത്തിന്റെ മുമ്പിൽ വെച്ച് ശാസിക്കാനോ ഉപദേശിക്കാനോ എനിക്ക് അവകാശമില്ല. അപേക്ഷയാണ്. മരിച്ചുപോയ നമ്മുടെ അച്ഛനെ ഓർത്തെങ്കിലും ഏട്ടന് ഇത് നിർത്തണം. നീ എന്നെ കള്ളുടിനാക്കുക. നിർത്തി. ഇന്നത്തോടെ നിർത്തി. എന്താ, തൃപ്തിയായില്ലേ? വിശ്വസിക്കാമോ ഞങ്ങൾക്ക്? ഇനി ഞാൻ ആരെ പിടിച്ചാ സത്യം ചെയ്യേണ്ടത്? സത്യമൊന്നും ചെയ്യണ്ട. ഏട്ടന് നല്ല ഉറപ്പുണ്ടായാ മതി. എനിക്ക് നല്ല ഉറപ്പാ. ഇനി തൊടില്ല. പോരെ? നീ പോയ കാര്യം എന്തായി? തീയതി നോക്കിച്ചു. 30-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിയും. 30-ാം തീയതി തന്നെ ആയിക്കോട്ടെ. 30-ാം തീയതി ഇന്നലെ നമ്മൾ ജനാർദ്ദൻ നായരോടും പറഞ്ഞത്. അതെ. അത് മാറിയിട്ട് ഇനി അയാൾക്കൊരു ലക്ഷണക്കേട് തോന്നണ്ട. രാമനത് എവിടെ പോയി കിടക്കുക? പുറത്താ ഗോവിന്ദമനെ കുറുപ്പിന്റെ കൂടെ സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത്. കുഞ്ഞുണ്ണി എവിടെ? അവൻ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ
എന്താ ഏട്ടാ ഇത്? സാരല്ല, ഒരു കുഴപ്പമില്ല. ആ മേനോനും കുറുപ്പൂടെ കൊണ്ടുപോയി കുടിപ്പിച്ചതാ രണ്ടികള്. ആകാശം പറയടാ, ഒരു കുഴപ്പമില്ല. രാമ, അമ്മാവ ഇത് കാണണോ? പറ്റിപ്പോയി, ഒരു കുഴപ്പമില്ല. ശ്രുതി, മൈക്കോൺ ചെയ്തേ, പൊക്കിക്കോ, കഷ്ടം പൊക്കിക്കോ.